വെൽക്കം ബാക്ക്. ആ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മാളവിക വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേബി ഇൻ യെല്ലോ ആക്ട് 1. ഓക്കെ, ഇത് ഞാൻ This is Crown Childcare, the gold standard in babysitting. You have one new client message. Oh, hello. I'd like to book a sitter for my little prince. It's for 3 nights. You just need to feed him and put him to bed. Easy peasy. Here's bottles in the fridge. The address is apartment 10 Euclidean Towers, and the keys under the plant pot. Take care. Thanks. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഫൈൻഡ് എല്ലാത്തിനും വാതിലിടുന്നത്. നമ്മളിങ്ങോട്ട് അങ്ങോട്ട് നല്ല വരുന്നുണ്ട്. ഞാൻ പോവാ. ഇത് നമ്മുടെ വീട്ടിൽ വെക്കും. അതാ നിങ്ങളത് ഇതല്ലേ? അല്ല അല്ല, ഇന്നലത്തെ ഇങ്ങനെ പൊട്ടിയില്ലേ? ഇങ്ങനൊക്കെ ഓരോ ബേബിയില്ല. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഫേസ് കാണിക്കാൻ നോക്കാം. ഈ കുട്ടിയെ നമ്മൾ നോക്കണം. ഇത്രയേ ഉള്ളൂ. ഈ മഞ്ഞ ഷർട്ട് കുട്ടിയെ നമ്മൾ നോക്കണം. ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഇവിടൊക്കെ എന്തെങ്കിലും എനിക്ക് ഇന്നുണ്ട് ഉണ്ടാവില്ലേ? കുറേ സാധനങ്ങളുണ്ട് എനിക്ക് തിന്നെ. ഒരു ബർഗറിലൊക്കെ തിന്നാനുള്ള എടുത്തിട്ട കുട്ടി ഇടാനും ഏത് കുട്ടികളെടുത്തുള്ള പ്രശ്നമാണ്. ഡെയിലി ഇതൊരു പ്രേത കൊച്ചാണ് കേട്ടോ. ഓടാ. മുമ്പത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇപ്പൊ ഒരു വീഡിയോയില് ബേബി ഇഞ്ചെല്ലോന്ന് തുടക്കം ഇങ്ങനെ ഫ്രണ്ടിൽ എഴുതി കാണിച്ചപ്പം പിന്നെ എനിക്ക് മനസ്സിലായത് ഒരുപാട് നാളായല്ലോ കളിച്ചിട്ട്. ഓക്കെ, ഇനി കൊച്ചിനെ നമ്മൾ ബെഡിൽ കൊണ്ടുപോയി കിടത്തുന്നു, ഉറങ്ങുന്നു, നമ്മൾ പോകുന്നു. ഇനി സ്റ്റോറി ബുക്ക് വായിച്ചു കൊടുക്കണം. സ്റ്റോറി ബുക്ക് ഇവിടെ നിന്ന് വായിക്കാം. Across the shore, in distant lands, with dark stars overhead, the prince didn't like the garden and started kicking down the trees. He dug up flowers. അതിൻ്റെ കൂടെ ബുക്ക് അവിടെ വെച്ചോ? ഞാൻ സൗണ്ടും കണ്ട.
അയ്യോ ഇങ്ങനത്തെ ഒരു വികസനത്തെ എന്തേതാ കൊച്ചിനെയും കൊണ്ട് കരഞ്ഞ് മൂങ്ങാൻ മാത്രം ഉണ്ടായിരുന്നു. വാതിലാരാ തുറന്ന് കൊച്ചെ ഓപ്പൺ പൂച്ചേനെ കൊണ്ടുണ്ടായിരുന്നു ലോക്കടി ആരപ്പത് സമാധാനായോ? ഇപ്പൊ നിന്നെ നീ അവിടുന്ന് കരഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ നിന്നെ കാണാനില്ല. ഇപ്പൊ ഞാൻ പിന്നെ ഇനി സ്റ്റോറി വായിക്കണ്ടല്ലോ. അപ്പൊ നമ്മളെ പണ്ടത്തെ ചുമയൊക്കെ വന്നിട്ടുണ്ട്. Okay, I downloaded Blockcraft and അങ്ങനെ പരസ്യം എന്തെങ്കിലും ഈ ഒച്ചിനെ ഇനി ഉറക്കണം. സ്റ്റോറി ബുക്ക് വായിക്കണം. ഉച്ച കുട്ടീനെ ഇറക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പൂച്ചേൻ്റെ സ്റ്റോറിയിലേക്ക് ഒരു ക്യാറ്റിനെ കൊടുത്തു. ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. ക്ലോസ് തന്നെയാണല്ലോ. ഓ നമ്മൾ പുറത്ത് വന്നല്ലോ. മോനൂസേ വേണ്ട, ഇതും ക്ലോസ് ചെയ്യാം. ഇപ്പം അടുത്ത പ്രയത്നം കൊണ്ട് വാച്ച് ഇപ്പം എന്തായാലും രാത്രി ഒന്നുമില്ല, രാവിലെ ഓക്കെ. എനിക്കിത്ര ചുമ എന്തുവാ? കുട്ടിയുടെ കുട്ടി ടി വി ആണ്. കുട്ടി എൻ്റെ കൂടെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇപ്പം അവിടെ എന്നിട്ട് അവിടെയും കൂടെ നശിപ്പിക്കാനാണ്. കുഞ്ഞൂസ് കളിക്കില്ലേ? എന്തായാലും കിച്ചണിലല്ലേ പിടിങ്ങിയ വലിയ പേടിയൊന്നും. ഇതൊക്കെ എന്തേലും ഉണ്ടോ? ദേ ചാടി കളിക്കുന്നു. മുട്ടിലേ നായ നീ, എനിക്ക് മനസ്സിലായി. അവിടെ ഓ ടി വി തട്ടി മറച്ചിട്ട് സാധനം ഉറങ്ങി. ഇത് പോസിബിൾ അല്ലായിരുന്നു. ഓ എന്ത് പറഞ്ഞു അതെന്തേലേക്ക് ഇട്ടു. പിന്നെ ബോധം വരുന്നതിന് മുമ്പ് വേഗം ബോധം വന്നതിന് പിന്നെ വിടാൻ പോകും. ഓക്കെ പിന്നെയും
എന്താ ഇപ്പൊ സംഭവിച്ചേ? നിന്റെ കണ്ണ് എങ്ങനെയാ? ഓ, ഞാൻ പേടിച്ചടേ. എന്തോ ഈ മൊത്തക്കാരൻ അവിടെ കൊണ്ടുപോയിട്ടിത്. എന്താ പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ. കറണ്ട് പോയി. പിന്നെ സ്റ്റോറി ബുക്ക് വെച്ചു അവർക്ക്. When the rabbit came to visit, the ഇതിന് prince said time to play. ഓ, ഇപ്പൊ റാബിറ്റിന്റെ കഥയല്ലേ വെച്ചേ. അപ്പൊ ഇങ്ങനെയാണ് അവനെ കൊടുക്കേണ്ടത്. Through dark corridors, the prince, he couldn't catch her. Oh. ഇതിന്റെ ഇടയിൽ കൂടെ ഓർഡർ ചെയ്തോ? ഇത് ടേബിളിന്റെ ഉള്ളിൽ വെക്കാം. കൊച്ചെറിഞ്ഞു, ആദ്യം കുറച്ചെറിഞ്ഞു. ഇനി ഇതിൽ എന്തൊക്കെ നടക്കും എന്തോ. മോനെ ചക്കരേ, ഇവനിതുവരെ എണീച്ചില്ല. വരാൻ പറ്റൂല. ഞാൻ TV കാണാതിരുന്നിട്ട് ഉറങ്ങി തുടങ്ങി അവൻ കരയാൻ തുടങ്ങും. സമാധാനായ ഡോർ. ഞാൻ പുറത്ത് പോകണല്ലോ. എന്ത് ചെയ്തു? ഈ രാത്രി പിന്നെ നമ്മളിവിടെ സാധനം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല അല്ല, ഈ സാധനം എടുക്ക്. നമ്മള് ബ്രെഡ് എനിക്ക് അധികം അങ്ങോട്ട് ഇറങ്ങിയോടാ. ആദ്യം ഇത് വെക്കുക. ഇതല്ല, പക്ഷെ ഇതേപോലെ സാധനം ഇവിടെ വെക്കുന്നത്. പിന്നെ ഇതാ വെക്കുന്നത്. കറണ്ട് പോയി. പിന്നെയാണ് ഈ സാധനം വെക്കുക. പിന്നെ അതിൻ്റെ ഇതൊന്നുമില്ല. ഉള്ളി അതിൻ്റെ മുകളിലാണ് ചീസ്. ബണ്ണിൻ്റെ മുകളിൽ ഇത്തിരി ക്യാബേജൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞിടും. നമ്മളൊരു ബ്രെഡും കൂടെ അങ്ങോട്ട് കയറ്റി വെക്കും.
ഇനി ഞാൻ എന്ത് ചെയ്യണ്ടേ? മോൺസ്റ്റർ മകളെ നോക്കിയിട്ട് എന്തോ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ചെല്ലുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു. തേങ്ങാക്കൊല ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ വെച്ചപ്പം. എടാ അത് കുട്ടി എന്തുവാ അവിടെ? ഇവിടെ ഒരുപാട് കുത്തി എറിഞ്ഞിട്ടിട്ടുണ്ട്. അല്ല ഇവിടുന്ന് ഞാൻ ഇനി എന്തോ ചെയ്യണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വന്നു പോയി. The painting സത്യം പറഞ്ഞ പിക്ചറിൽ യാറ്റ് കിടക്കേണ്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ബുദ്ധിക്ക്. ഇവിടെ എവിടെയെങ്കിലും നല്ല ക്യാറ്റ് ആണല്ലേ? ഒരു 6 ക്യാറ്റ് നമ്മൾ ഇങ്ങോട്ട് കയറി കിടക്കണ്ടതാ. പെയിന്റിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ കഴിയുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് പെയിന്റ് അടിക്കാനുള്ള സാധനം ഉണ്ട് ഇവിടെ. ആ ക്യാറ്റ് പന്ത്രണ്ട് വേണ്ടത്. അതാണ്
ഉണ്ടല്ലോ. എവിടെയും ക്യാപ്റ്റൻ വെച്ചില്ലേ? Guys. പറയുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കാണുന്നവരെ ടാറ്റാ. ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ നല്ലോണം എല്ലാം കാണണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.